നമസ്കാരം. വീണ്ടും പുതിയ വീഡിയോ. 16-ാം തീയതിയുള്ള മൂന്നാമത്തെ അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു. അതിൻ്റെ അനാലിസിസ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ 21,887 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പുതിയതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ജൂൺ 10-ാം തീയതി 21,887 പേർക്ക് മാത്രമേ പുതിയതായിട്ട് പ്രവേശനം കിട്ടിയിട്ടുള്ളൂ. ഒരുപാട് വേക്കൻസികൾ ഉണ്ടായിരുന്നു, എന്നിട്ടും 21,887 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 20,511 പേർക്ക് ഹയർ ഓപ്ഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അവർ ആഗ്രഹിച്ച ഓപ്ഷൻ 1 മേലേക്ക് കയറിയ ആൾക്കാർ 20,511. എന്നാൽ ബഹുഭൂരിപക്ഷം പേർക്കും നോ ചേഞ്ച് കാണിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാണ് 21,887 പേർക്ക് മാത്രം കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞിരുന്നു 10-ാം തീയതിയിലെ അലോട്ട്മെൻറ്റ് അഥവാ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് ഒഴിവുകൾ ഉണ്ടായിരുന്നു. ആ ഒഴിവുകൾ ആ സ്കൂളിലെ അടുത്ത കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുമെന്നാണ്, തികയാതെ വരുന്ന കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുമെന്നായിരുന്നു. ഈ വന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ ഒരുപാട് ഒഴിവുകൾ വന്നതെങ്ങനെയാണ്? കമ്മ്യൂണിറ്റി റിസർവേഷനിൽ ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലുമുള്ള SC/ST മറ്റ് കമ്മ്യൂണിറ്റികൾ, ബ്ലൈൻഡ്, EWS അവസാനത്തിലാണ്, ഡിഫറൻറ്റ്ലി ഏബിൾഡ്, ലാറ്റിൻ, മുസ്ലിം, ഈഴവ, ക്രിസ്ത്യൻ OBC, ഹിന്ദു OBC, കുടുംബി, കുശവൻ, വിശ്വകർമ്മ, ധീവര, ബ്ലൈൻഡ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ വേണ്ടത്ര അപേക്ഷകരില്ലാത്തതുകൊണ്ട് 10-ാം തീയതിയിലെ അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് മറ്റ് കമ്മ്യൂണിറ്റീസിന് അവിടെ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. മറ്റ് കമ്മ്യൂണിറ്റി തികയാതെ വന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു എയ്ഡഡ് സ്കൂളിൽ അല്ലെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നമ്മൾ ഈ വിഭാഗത്തിൽ കുറച്ച് ഒഴിവുകൾ വന്നപ്പോൾ SC/STയുടെ ഒഴിവുകൾ മറ്റ് കമ്മ്യൂണിറ്റീസിന് കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈഴവ, തീയ, ബില്ലവയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ 8% വരെ കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ ഓൾറെഡി അവർ 7% നേരത്തെ അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ 1% കുറവായിരിക്കും ഉണ്ടാവുക. ആ 1% മാത്രമേ ഇതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റൂ. മറ്റ് കമ്മ്യൂണിറ്റിക്ക് ഈ ഒഴിവുകൾ കൊടുക്കുന്ന സമയത്ത് അവർക്ക് എത്ര ശതമാനമാണോ റിസർവേഷൻ അതിൻ്റെ അപ്പുറം കടക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് വെറും 21,887 പേർക്ക് മാത്രമേ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ട്. അതുകൊണ്ട് നിലവിൽ 75,356 മെറിറ്റ് സീറ്റുകൾ ബാക്കിയുണ്ട്. ഞാൻ വെറുതെ ഒന്നും പറയുന്നതല്ല. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കൃത്യമായ അറിയിപ്പുകളാണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു സുഹൃത്തൊരു അഭിപ്രായം പറഞ്ഞിരുന്നു, ഇദ്ദേഹം പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ, മാതൃഭൂമി ചാനലിൽ 9,000 പേര് പുറത്താകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ. ഞാൻ അതിനൊന്നും എതിർപ്പ് പറയുന്നില്ല. 100% പേർക്ക് ഈ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലും കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. 100% പേർക്ക്. കുറച്ചു പേര് എന്തായാലും എല്ലാ വർഷങ്ങളും കുറച്ചു പേര് എവിടെ പഠിക്കും? പ്രൈവറ്റ് കോളേജുകളിൽ, പ്രൈവറ്റ് സെൻറ്ററുകളിൽ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും പഠിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതങ്ങനെ എല്ലാ കൊല്ലങ്ങളിലും നടക്കുന്നതാണ്. അതിപ്പോൾ ഞാൻ ഇപ്രാവശ്യം പുതിയതായിട്ട് എല്ലാ കുട്ടികളെയും അഡ്മിറ്റ് ചെയ്യും കിട്ടും എന്ന്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഉള്ള സീറ്റുകളും തമ്മിൽ ചെറിയ അന്തരം മാത്രമേ ഉള്ളൂ, വലിയ അന്തരമില്ല. അപ്പോൾ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഈ സ്കീമിൽ നിന്ന് പുറത്തേക്ക് പോവുള്ളൂ. നമ്മൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടെ ഫീസ് കൊടുത്ത് അവർ പഠിക്കേണ്ടതായിട്ട് വരും. അതിൽ തർക്കമൊന്നുമില്ല. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസും കൊമേഴ്സുമാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഈ അനാലിസിസ് 18-ാം തീയതി എത്രത്തോളം നടക്കുമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സംഭവിച്ചത് അതാണ്. ഇപ്പോൾ നമ്മൾ എയ്ഡഡ് സ്കൂളിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, എയ്ഡഡ് സ്കൂളിൽ ആകെ കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കൊടുക്കുന്നത് SCക്കും STക്കും മാത്രമാണ്. പിന്നെ അവരുടെ മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി ഏതാണോ അത് കമ്മ്യൂണിറ്റി കോട്ടയായിട്ട് കൊടുക്കുന്നു. അപ്പോൾ SCക്കും STക്കും കൂടി 20% റിസർവേഷൻ ഉണ്ട്. എയ്ഡഡിലും ഉണ്ട്, ഗവൺമെൻറ്റിലും ഉണ്ട്.
ആ എയ്ഡഡിൽ ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ മറ്റ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് കമ്മ്യൂണിറ്റിക്കൊന്നും തന്നെ എയ്ഡഡ് സ്കൂളിൽ റിസർവേഷൻ ഇല്ല. അതുകൊണ്ട് എയ്ഡഡിൽ ഉണ്ടായിരുന്ന SC/ST റിസർവേഷൻ ബാക്കി വന്ന പോസ്റ്റുകൾ സീറ്റുകൾ എപ്പോഴത്തേക്ക് പോവും? 16ാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് വരുള്ളൂ. 16ാമത്തെ അലോട്ട്മെൻറ്റ് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, 16ാമത്തെ അലോട്ട്മെൻറ്റ് ഒരു റിസർവേഷൻ ആർക്കും ഇല്ല. ഫുൾ മെറിറ്റാണ്, ഫുൾ മെറിറ്റ് സീറ്റാണ്. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റോട് കൂടി ഈ കമ്മ്യൂണിറ്റി റിസർവേഷൻ കൊടുത്തു. അവിടെ ഇനി ബാക്കി വരുന്ന എല്ലാ സീറ്റുകളും EWSൽ, പിന്നെ കുടുംബി സമുദായത്തിൽ കുശവൻ, വിശ്വകർമ്മ, ധീവര, ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ, ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്ക് ബാക്കി വന്ന SC/ST, ഹിന്ദു OBC, ക്രിസ്ത്യൻ OBC, ലാറ്റിൻ, മുസ്ലിം, ഈഴവ, ജനറൽ 67 സീറ്റേ ബാക്കിയുള്ളൂ. ഈ വിഭാഗത്തിൽ എല്ലാത്തിലും കൂടി ഇനി ബാക്കിയുള്ള സീറ്റ് 75,356 സീറ്റുകളാണ്. അതിൽ ഞാൻ ഒരു വിഭാഗം ഒഴിവാക്കി, അതായത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, കന്നഡയും തമിഴും എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്, ഒരു 100-100 താഴെ ആൾക്കാരുണ്ട്. അത് ഞാൻ ഒഴിവാക്കിയിട്ടായി പറയുന്നത്. അപ്പോൾ ഈ വിഭാഗത്തിൽ 75,356 ഒഴിവുകൾ 16-ാം തീയതി മെറിറ്റ് അടിസ്ഥാനത്തിൽ നടക്കും. നമുക്കറിയാം ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് ഈ 16-ാം തീയതി. അത് കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒഴിവ് വരുന്നതിലേക്ക് മാത്രമേ നിയമനമുള്ളൂ. അപ്പോൾ മെയിനായിട്ടുള്ള വലിയൊരു ബമ്പർ അലോട്ട്മെൻറ്റ് ഈ 16-ാം തീയതി നടക്കുകയാണ്. ഈ 16-ാം തീയതി നടക്കുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഈ അപ്ഗ്രേഡ് ചെയ്യാനും അവരുടെ ഓപ്ഷൻ മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, പുതിയതായിട്ട് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അതിൻ്റെ കാരണങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മളിത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ 75,356 സീറ്റ് മെറിറ്റ്, ഒരൊറ്റ കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ ഇല്ലാത്ത ഒരു അലോട്ട്മെൻ്റ് ആണ് 16-ാം തീയതി അലോട്ട്മെൻറ്റ്. ഒരു കമ്മ്യൂണിറ്റിക്കും ഒരു വിഭാഗത്തിനും എന്തില്ല? റിസർവേഷനോ പ്രത്യേക അലോട്ട്മെൻറ്റോ ഇല്ല. എല്ലാ അലോട്ട്മെൻറ്റുകളും ഏതാണ്? ജനറൽ മെറിറ്റാണ്. അത് നമ്മളിത് പ്രത്യേകം മനസ്സിലാക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്ന് തന്നെ ഇപ്പോൾ 10-ാം തീയതി തന്നെ ഏതൊക്കെ തുടങ്ങിയിട്ടുണ്ട്? കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങി, മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങി, അൺഎയ്ഡഡ് സ്കൂളുകളിലേക്കുമുള്ള അലോട്ട്മെൻറ്റ് അഡ്മിഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇവയോടെല്ലാം പറഞ്ഞിരിക്കുന്നത് 16-ാം തീയതി 17-ാം തീയതി ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യണമെന്നാണ്. അപ്പോൾ എനിക്കറിയുന്ന ഒരുപാട് പേര് ഇന്നലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ ചേർന്നിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റി കോട്ട ക്രമത്തിൽ അവർ വിളിക്കുക, ഒന്ന് കഴിഞ്ഞാൽ അടുത്ത, അങ്ങനെ ക്രമത്തിലാണ് വിളിക്കുക. നേരിട്ട് ഫോൺ മുഖാന്തരം കുട്ടികളെ വിളിച്ച് അറിയിച്ചിട്ടാണ് അവർ അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലുള്ള ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഏതെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിറ്റി കോട്ടയ്ക്കും മാനേജ്മെൻറ്റ് കോട്ടയ്ക്കും അൺഎയ്ഡഡ് കോട്ടയ്ക്കും ഒക്കെയും തന്നെ അത് ഇവർ ചേർന്നു എന്ന വിവരം അപ്ലോഡ് ചെയ്യാൻ ഒറ്റ ലിങ്കാണ് ഉള്ളത്, ഒരേ ഒരു ലിങ്ക്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഏതെങ്കിലും ഒന്നിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ പ്രിൻസിപ്പൾ അപ്ലോഡ് ചെയ്യും. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി ഒരു സിസ്റ്റത്തിലും പിന്നെ നിങ്ങളുടെ പേര് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിച്ച് മാത്രമേ കമ്മ്യൂണിറ്റി കോട്ടയിൽ വേണോ അല്ലെ മാനേജ്മെൻറ്റ് കോട്ടയിൽ വേണോ എന്ന്. ഇപ്പം ഇന്ന് തന്നെ നടക്കുമ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കുട്ടി കമ്മ്യൂണിറ്റി കോട്ടയിൽ ചേർന്ന് കഴിഞ്ഞ് ഫീസ് അടച്ചു, പിന്നെ അവിടുത്തെ പ്രിൻസിപ്പൽ ഇത് അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞാണ് കുട്ടിക്ക് അടുത്ത സ്കൂളിൽ അവിടെ ഒരു സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള ബാച്ച് ഉണ്ട്, സിസ്റ്റേഴ്സ് നടത്തുന്നതാണ്. പിന്നെ എയ്ഡഡ് സ്കൂളിൽ അൺഎയ്ഡഡ് ബാച്ചുകളുണ്ട്, അവിടെ ചേരാൻ താല്പര്യം. അപ്പോൾ ഇവിടെ നിന്ന് TC വാങ്ങി ഈ വേണ്ടാന്ന് വെച്ചിട്ട് അപ്പുറം ചെന്നാൽ അവിടെ ഇത് ചേർക്കുമ്പോൾ അവിടെ ഈ കുട്ടിയെ സ്വീകരിക്കില്ല, സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. കാരണം സിസ്റ്റത്തിൽ ഒരിക്കൽ ഒരു ലിങ്ക്, അതാ ഞാൻ പറഞ്ഞത്, ഒരു ലിങ്ക് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഇത് പേര് ചേർത്തിയ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരിടത്ത് ചെല്ലുമ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ പേര് സിസ്റ്റത്തിൽ കയറാതെ വരും. അതുകൊണ്ട് എവിടെയെങ്ങാണ് നിങ്ങൾ ചേരേണ്ടതെന്ന് ആദ്യമേ ഉറപ്പിച്ച് തീരുമാനിക്കുക.
തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ചേരാവൂ. ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മാറ്റം അങ്ങോട്ട് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് സീറ്റ്, കമ്മ്യൂണിറ്റി സീറ്റ്, ഏകജാലക സംവിധാനം, അൺഎയ്ഡഡ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റം അനുവദിക്കില്ല. അത് നടക്കില്ല. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമുക്കറിയാം ഈ കമ്മ്യൂണിറ്റി കോട്ടയിലെ അഡ്മിഷൻ എത്ര വന്നു? ഇന്നലെ തുടങ്ങി, 16-ാം തീയതി തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മിക്കവാറും 2-3 ദിവസം കൊണ്ട് തന്നെ അത് തീരും. കേരളത്തിൽ എത്ര സീറ്റുണ്ട്? 25,322 സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയിലുണ്ട്. അപ്പോൾ ഈ മെയിനിൽ നിന്ന് 25,322 കുട്ടികൾ ഇങ്ങോട്ട് മാറിയില്ലേ? ഏകജാലക മുഖ്യ അലോട്ട്മെൻറ്റിൽ നിന്ന് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് 25,322 പേര് 16-ാം തീയതിക്ക് മുമ്പ് മാറിക്കഴിയും. അപ്പോൾ 16-ാം തീയതി മുഖ്യ അലോട്ട്മെൻറ്റ് വരുമ്പോൾ എന്തായി? ഇത്രയും പേര് അപ്ലിക്കൻസ് അവിടെ ഇല്ല. നമ്മൾ ഇപ്പുറത്തെ കമ്മ്യൂണിറ്റി കോട്ടയിൽ ചേർന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകജാലക സംവിധാനത്തിൽ നിന്ന് നമ്മുടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ടാവും. പിന്നെ അവിടെ കാര്യമില്ല, നമ്മുടെ പേര് തന്നെ അവിടെ ഉണ്ടാവില്ല, പരിഗണിക്കുന്നുമില്ല. ആ ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മളെ പിന്നെ പരിഗണിക്കില്ല. അപ്പോൾ അത്രയും പേര് വഴിമാറിപ്പോയപ്പോൾ ബാക്കിയുള്ളവർക്ക് ചാൻസ് വർദ്ധിക്കുന്നു എന്നൊരു സത്യമുണ്ട്. രണ്ടാമത്തത്, മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് കേരളത്തിലെ മാനേജ്മെൻറ്റ് സീറ്റുകൾ 38,951 സീറ്റുകൾ മാനേജ്മെൻറ്റ് സീറ്റുണ്ട്. എല്ലാ ഗ്രൂപ്പിലും കൂടിയാണ് പറയുന്നത് കേട്ടോ. എല്ലാ ഗ്രൂപ്പിലും കൂടി എല്ലാ ജില്ലകളിലും കൂടി 38,951 സീറ്റുകളുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അഡ്മിഷനും എന്നിനും 17-ാം തീയതിക്ക് മുമ്പ് തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ 38,951 പേര് മുഴുവനും അന്നേരത്തേക്ക് ചേർന്നില്ലെങ്കിൽ പോലും ഒരു 10,000, 35,000, 35,000 ചേർന്നാൽ പോലും അത്രയും പേര് ഈ ഏകജാലക മുഖ്യ സംവിധാനത്തിൽ നിന്ന് അങ്ങോട്ട് മാറി. അപ്പം ഇവിടെയുള്ള അപേക്ഷകർ വീണ്ടും കുറയാണ്. അവിടെ ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പേര് ഈ മുഖ്യ ഏകജാലക സംവിധാനത്തിൻ്റെ മുഖ്യ അലോട്ട്മെൻറ്റിൽ നിന്ന് ആ ചേർന്നവരുടെ പേര് കട്ടായി പോവാണ്. നമ്മൾ ആലോചിക്കണം. അപ്പോൾ 38,951 മാനേജ്മെൻറ്റിലേക്ക് പോയി, 25,322 കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും പോയി കഴിഞ്ഞു. ഇതിൽ ഈ 2 വിഭാഗവും ഈ ജൂൺ 17-ന് മുമ്പ് അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് അൺഎയ്ഡഡ് ആണ്. അപ്പം നമുക്ക് നോക്കുക, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ലിങ്ക് മാത്രമേ എല്ലാ വിഭാഗത്തിനും കൂടി ഒരു ലിങ്കാണ്. ആ ലിങ്കിലൂടെയാണ് എല്ലാം കയറുന്നത്. ആ ലിങ്കിൽ ഒരിക്കൽ നമ്മളെ പേര് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് ഡിലീറ്റ് ചെയ്തു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കാറ്റഗറിയിൽ നമ്മളുടെ പേര് അവിടെ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എവിടെ ചേരണമെന്ന് ആദ്യമേ തീരുമാനിക്കുക. ഏറ്റവും ഇഷ്ടമുള്ളത് എവിടെയാണോ അവിടെ ഉറപ്പിക്കുക, അവിടെ നമ്മൾ ചേരുക. പിന്നെ ഒരു ചാഞ്ചാട്ടത്തിന് സാധ്യമല്ല, അത് അനുവദിക്കുന്നതല്ല. വെറുതെ അവസരങ്ങളല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്കിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെൻറ്റ് കോട്ടയും കൂടി 64,273 സീറ്റുണ്ട്. ആ സീറ്റുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നടക്കും. 15-ാം തീയതിക്കുള്ളിൽ തന്നെ നടക്കും. അതോടുകൂടി 64,273 അപേക്ഷകരെ എവിടെ കുറയും? മുഖ്യധാരയിലെ ഏകജാലക സംവിധാനത്തിൽ അവരുടെ പേര് കട്ടായി പോകും. അപ്പോൾ ആവശ്യക്കാരുടെ എണ്ണം 64,000-ഓളം കുറഞ്ഞു. പിന്നെ വരുന്നത്, അപ്പം നമുക്ക് 75,356 മെറിറ്റ് സീറ്റുണ്ട്, 25,320. പിന്നെ വരുന്നത് അൺഎയ്ഡഡ് ആണ്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ യഥാർത്ഥത്തിൽ 53,326 സീറ്റുണ്ട്. 53,326 സീറ്റുകൾ പിന്നെ എവിടെയുണ്ട്? അൺഎയ്ഡഡ് സ്കൂളുകളിലുണ്ട്. ആ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ചിലപ്പോൾ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ബാച്ചിലേക്ക് എല്ലാവരും ഫീസ് കൊടുത്ത് ചേരാൻ തയ്യാറായിക്കൊള്ളണമെന്നില്ല. എന്നാലും അത്രയും സീറ്റുകളുണ്ട്. അത്തരം കുട്ടികൾ അവിടെ ചേരുന്നതിന് പകരം ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രൂപ്പുകൾക്ക് വേണ്ടി അവർ ചിലപ്പോൾ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും ചേരുക. ആയിക്കോട്ടെ, എന്നാൽ പോലും അത്രയും സീറ്റുകൾ നിലവിലുണ്ട്. ഇനി നമുക്ക് ഈ അൺഎയ്ഡഡ് മാറ്റി വെച്ചാൽ മൊത്തം സീറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെന്റ് സീറ്റും ഇപ്പോൾ ബാക്കിയുള്ള മെറിറ്റ് സീറ്റും കൂടി വരുന്നത് 1,39,629 സീറ്റുകൾ ഉണ്ടാവും. എനിവേ, ഈ ഏത് വിഭാഗത്തിൽ കിട്ടിയാലും ശരി 1,39,629 കുട്ടികൾക്ക് ഈ 16-ാം തീയതി 17-ാം തീയതിക്ക് മുമ്പ് പ്രവേശനം കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം.
അത് കൂടാതെ വരുന്നതാണ് 53,326 സീറ്റ് മാനേജ്മെന്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട. അൺഎയ്ഡഡിൽ ചിലപ്പോൾ 1-2 ദിവസം കൂടി താമസിച്ചിട്ടായിരിക്കും ഒരു ദിവസം കൂടി താമസിച്ചിട്ടായിരിക്കും ഇവർ ചേരുക. അങ്ങനെ ചേർന്ന 16ാമത്തെ അലോട്ട്മെന്റിൽ ഇവിടുന്ന് കുറച്ച് പേര് പോകുന്നത് അറിയില്ല. 17-ന് വരെ ക്ലോസ് ചെയ്യാം. അവർക്ക് അൺഎയ്ഡഡ് സ്കൂളിലെ അഡ്മിഷൻ 17-ാം തീയതിക്കുള്ളിൽ ക്ലോസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ 17-ന് മുമ്പ് നമുക്ക് ഇവിടെ തേർഡ് അലോട്ട്മെന്റ് വരണം. അപ്പോൾ 16-ാം തീയതി വരെ പോയവരെ നമ്മൾ ഈ മുഖ്യ ഏകജാലകത്തിൽ പരിഗണിക്കുന്നില്ല. ആ പരിഗണിക്കാതിരിക്കുമ്പോൾ ഇവിടെയുള്ള അപേക്ഷകരുടെ എണ്ണം, ഏകജാലക സംവിധാനത്തിൽ അപേക്ഷകരുടെ എണ്ണം കണ്ടമാനം കുറയും. അങ്ങനെ കുറയുമ്പോൾ നിലവിൽ ബാക്കിയുള്ള അപേക്ഷകർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ നോക്കുക എത്ര സീറ്റാണ് ഇനി ബാക്കിയുള്ളതെന്നാണ് ഞാൻ ഒരിക്കൽ കൂടി പറയാം. 75,356 സീറ്റ് പക്ക മെറിറ്റിലുണ്ട്, മെറിറ്റ് സീറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ജാതിക്കും ഒരു കമ്മ്യൂണിറ്റിക്കും ഒരു റിസർവേഷനും 16-ാം തീയതിയിലെ തേർഡ് അലോട്ട്മെന്റിൽ ഇല്ല. കമ്മ്യൂണിറ്റി കോട്ടയിൽ 25,322 പേർക്ക് ഇപ്പോൾ ഇന്നലെ മുതൽ അഡ്മിഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. മാനേജ്മെന്റ് കോട്ടയിൽ 38,951 സീറ്റിലേക്ക് അവർ ഇന്നലെ മുതൽ അഡ്മിഷൻ തുടങ്ങി. അപ്പോൾ ഈ 3 വിഭാഗം, ബാക്കിയുള്ള മെറിറ്റ്, കമ്മ്യൂണിറ്റി, മാനേജ്മെന്റും കൂടെ കൂട്ടിയാൽ 1,39,629 സീറ്റുകളുണ്ട്. ആ സീറ്റിലേക്ക് അൺഎയ്ഡഡ് ഒഴിവാക്കിയിട്ടാണ് ആ സീറ്റിലേക്ക് മുഴുവനായിട്ടും അഡ്മിഷൻ ഈ 17-ാം തീയതി ഉള്ളിൽ നടക്കും. അപ്പോൾ എത്ര കുട്ടികൾക്ക് കിട്ടി നമുക്ക് ഉറപ്പിച്ച് പറയാം? 1,37,629 കുട്ടികൾക്ക് 100% 16-ാം തീയതി കിട്ടും. പിന്നെയുള്ളത് അൺഎയ്ഡഡ് ആണ്. അൺഎയ്ഡഡിൽ 53,000-ഓളം സീറ്റുകളുണ്ട്. അതിൽ എത്ര പേര് അൺഎയ്ഡഡിലേക്ക് പോകുമെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ 10,000, 25,000, 30,000 പോകലുണ്ടാവുള്ളൂ. പിന്നെ അവർ ചിന്തിക്കുക എന്താ, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒന്നും അൺഎയ്ഡഡിൽ പോയി പഠിക്കണ്ടല്ലോ, നമുക്ക് പുറത്ത് പ്രൈവറ്റ് സ്ഥാപനം ഉണ്ടല്ലോ അവിടെ പഠിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ അൺഎയ്ഡഡിൽ സയൻസ് ബാച്ചിന് മാത്രമേ ഫുള്ളാവാനുള്ള സാധ്യതയുള്ളൂ, ബാക്കിക്കൊന്നും ഫുള്ളാവണമെന്നില്ല. എങ്കിൽ പോലും ഞാൻ പറയുന്നു 53,326 സീറ്റുകൾ അവിടെയുണ്ട്. അപ്പോൾ ടോട്ടൽ അൺഎയ്ഡഡ് അടക്കം ഇനി ഫില്ലാവാനുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1,92,955 സീറ്റുകളാണ് ഇനി ഫില്ലാവാനുള്ളത്. ഇന്നലെ മുതൽ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം അൺഎയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെ ഉള്ള സ്കൂളുകളിലെ 1,92,955 സീറ്റുകളാവുള്ളൂ ബാക്കി കിടക്കുന്നത്. ഇതിലേക്ക് അൺഎയ്ഡഡിനെ നമ്മൾ ഒന്ന് വേണ്ടത്ര മുഴുവൻ സീറ്റിലേക്കും വരുമെന്ന് ഉറപ്പില്ല. പരിഗണിച്ചാൽ എന്ത് തന്നെ വന്നാലും 16-ാം തീയതി 1,39,629 പേർക്ക് കിട്ടിയിരിക്കും. കമ്മ്യൂണിറ്റി അടക്കമാണ്. കമ്മ്യൂണിറ്റി ഇപ്പം മുതൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് 16-ാം തീയതി മാത്രമല്ല വരിക, 10-ാം തീയതി മുതൽ വന്നു തുടങ്ങി. 10-ാം തീയതി നമ്മുടെ കമ്മ്യൂണിറ്റി കോട്ടയുടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞു. അതിൽ നിന്ന് സ്കൂളുകൾ പ്രവേശനം ഇന്നലെ തുടങ്ങി, 10-ാം തീയതി തുടങ്ങിയിട്ടുണ്ട്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 13 ആകുമ്പോഴത്തേക്ക് തീരുന്ന, 13-14 തീയതി ആകുമ്പോഴത്തേക്ക് അത് തീരും. അപ്പോൾ എന്ത് വരും, ഇത്രയും പേര് മുഖ്യ ഏകജാലകത്തിൽ ഇവരുടെ പേര് കട്ടാവും. അപ്പോൾ ഇവർക്ക് അവിടെ ചാൻസ് കൂടുകയാണ്, അപേക്ഷകർ അവിടെ കുറയുകയാണ്. അപ്പോൾ അവിടെ ബാക്കിയുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുകയാണ്. മാനേജ്മെന്റ് സീറ്റിലും പ്രവേശനം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ 16-ാം തീയതി തേർഡ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് പോലെ അല്ല. ഇനി ഒരു അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് സീറ്റുകൾ മാറ്റിവെക്കുന്നില്ല. ഞാൻ പറഞ്ഞു, സെക്കൻഡ് അലോട്ട്മെന്റിൽ കമ്മ്യൂണിറ്റി റിസർവേഷൻ മറ്റുള്ള കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക എന്നുള്ള തീരുമാനമായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞു. 16-ാം തീയതി അലോട്ട്മെന്റിൽ ഒരു കമ്മ്യൂണിറ്റിക്കും ഒരു റിസർവേഷനും കൊടുക്കുന്നതല്ല, എല്ലാം പക്ക മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ എല്ലാവരെയും മെറിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അത്രയും സീറ്റുകളിലേക്ക് തുല്യ പരിഗണന കിട്ടും. കമ്മ്യൂണിറ്റി കോട്ട നടന്നുകൊണ്ടിരിക്കുക, മാനേജ്മെന്റ് കോട്ടയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അൺഎയ്ഡഡ് മാത്രം അത് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇവിടെ കിട്ടുമോയെന്ന് അറിഞ്ഞിട്ടായിരിക്കും കുറേ കുട്ടികൾ അൺഎയ്ഡഡിലേക്ക് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും 16-ാം തീയതി നമ്മുടെ ആദ്യ സ്പെല്ലിലെ ലാസ്റ്റ് അലോട്ട്മെന്റ് ആണ്. ആ അലോട്ട്മെന്റ് 15-ാം തീയതി രാത്രി തന്നെ എത്തും. ആ എത്തിക്കഴിഞ്ഞാൽ 16-ഉം 17-ഉം ചേരാനുള്ള സമയമായിരിക്കും. 18-ാം തീയതി ക്ലാസ് തുടങ്ങാനുള്ള സമയമായിരിക്കും. അത് ഡിക്ലെയർ ചെയ്താണ് 18-ാം തീയതി ക്ലാസ് തുടങ്ങുന്നു എന്ന കാര്യം. തീർച്ചയായിട്ടും ഇത്രയും സീറ്റുകൾ എല്ലാ വിഭാഗത്തിലും, ഇതൊരു സത്യമാണ്, നിലവിൽ എല്ലാ ഡാറ്റാസും അനലൈസ് ചെയ്തിട്ട് പറയുന്ന കണക്കാണ്. ഇത്രയും സീറ്റുകൾ ബാക്കി കിടക്കുന്നുണ്ട്.
അൺഎയ്ഡഡ് ഉൾപ്പെടെ 1,92,955 സീറ്റ്. അൺഎയ്ഡഡ് ഒഴിവാക്കിയാൽ 1,39,629 സീറ്റുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ അതിൽ മാനേജ്മെന്റ് കോട്ടയിലേക്കും കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും ഇന്നലെ തന്നെ അഡ്മിഷൻ തുടങ്ങി. 16-ാം തീയതിയാണ് ഈ മെറിറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ നടക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഒരു 90%, 90% കുട്ടികൾക്കും, എനിക്ക് തോന്നുന്നത് ഒരു 10% കുട്ടികൾ എന്നാൽ പോലും പുറത്താവാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാം. എങ്കിൽ പോലും അങ്ങനെ അപേക്ഷിച്ചാലും അപേക്ഷകരുടെ അത്രയും തന്നെ സീറ്റുകൾ നിലവിൽ ഇല്ല. ഏകദേശം ഒരു 90% വരുന്നുള്ളൂ, അല്ലെ 90, 92, 94% വരുന്നുള്ളൂ. വളരെ കുറച്ച് കുട്ടികൾ പുറത്താകും. ആ കുട്ടികൾ പിന്നെ പുറത്തുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിച്ചേ പറ്റും. അതാണ് സ്ഥിതി. അതെല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. അത് ഈ വർഷവും തുടരും. എന്തു തന്നെയായാലും വലിയൊരു പ്രതീക്ഷ നിങ്ങൾക്ക് 16-ാം തീയതിയിലെ തേർഡ് അലോട്ട്മെൻറ്റിൽ വെക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും കിട്ടും. പക്ഷെ ആഗ്രഹിച്ചത് കിട്ടണമെന്നില്ല. സയൻസ് ആഗ്രഹിച്ച ആൾ ചിലപ്പം കൊമേഴ്സിലായിരിക്കും. ഇപ്പം എന്തായാലും 16-ാം തീയതി ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും അവിടെ ചേരണമല്ലോ. ഫീസ് അടച്ച് ചേർന്നേ മതിയാവും. ചേർന്നില്ല എങ്കിൽ നമ്മൾ അവിടെ നിന്ന് പുറത്താവുകയും ചെയ്യും. അപ്പോൾ വലിയൊരു സംഖ്യ. ഈ സീറ്റുകളൊന്നും മറ്റൊരു ഡേറ്റിലേക്ക് പോകാനില്ല. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പോകാനുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റിക്ക് മാത്രം കൊടുത്തപ്പോൾ മെറിറ്റ് അത് 16-ലേക്ക് മാറ്റിയിരുന്നു. 16-ൽ ഫുള്ള് മെറിറ്റ് നടക്കുകയാണ്. എല്ലാം നടക്കും, ഫുള്ള് കഴിയും. അപ്പോൾ ഇന്നലെ മുതലുള്ള പോസ്റ്റുകളുടെ പിന്നെ സീറ്റുകളുടെ എണ്ണമാണ് 1,39,629. പിന്നെ ഒരു അൺഎയ്ഡഡിൽ 53,326 സീറ്റുകളും ബാക്കി നിൽപ്പുണ്ട്. അത്രയും സീറ്റുകൾ നിലവിലുള്ള ഈ കുട്ടികൾക്ക് കിട്ടുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ഓക്കെ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് കണക്കുകളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് 16-ാം തീയതി വളരെ വലിയ പ്രതീക്ഷ വെക്കാം. ബഹുഭൂരിപക്ഷം പേർക്കും കിട്ടും. വളരെ കുറച്ച് പേര് മാത്രമേ ഔട്ടാവുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ കിട്ടും. എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. നമുക്ക് അവിടെ ചേർന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. വളരെ കുറച്ച് പേര് പുറത്തുള്ള സ്ഥാപനങ്ങളിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കേണ്ടതായിട്ടും വന്നേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.